എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയങ്ക ചോപ്ര 12 വ്യത്യസ്ത റോളുകളിൽ എത്തിയ ഒരു സിനിമയുണ്ട്. അതായത് പ്രിയങ്ക ചോപ്ര 12 റോളുകൾ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും? കേട്ടവരുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണണ്ട, കേൾക്കാത്തവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സോട് കാണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് അശുതോഷ് ഗോവരിക്കർ സംവിധാനം ചെയ്ത, അതായത് 2009 റിലീസ് ചെയ്ത സിനിമയാണ് വാട്ട്സ് യുവർ രാശി. അതിൽ പ്രിയങ്ക ചോപ്രയും ഹർമൻ ബവേജിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത്. ഈ സിനിമയിലാണ് പ്രിയങ്ക ചോപ്ര 12 വ്യത്യസ്ത റോളുകൾ ആയിട്ട് എത്തിയത്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇത് ചിലപ്പോൾ ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ ഒരു നടി 12 റോളുകളിൽ എത്തുന്നത്. പക്ഷെ ഈ സിനിമ 32 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്. പക്ഷെ 17 കോടി മാത്രമേ ഇതിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞുള്ളൂ. മുടി പല രീതിയിൽ സ്റ്റൈൽ ചെയ്തും പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകളും ഇട്ടാണ് പ്രിയങ്ക 12 കഥാപാത്രങ്ങളായത്. അതിനൊപ്പം ശബ്ദം, സംസാരിക്കുന്ന രീതി എന്നിവ മാറ്റിയും പ്രിയങ്ക കഥാപാത്രങ്ങൾക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. തൻ്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ സിനിമ എന്നാണ് റിലീസിങ് സമയത്ത് പ്രിയങ്ക ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത്. പ്രിയങ്ക പിന്നെ പറയുന്നത് വെച്ചാൽ 12 സിനിമയിൽ താൻ അഭിനയിക്കുന്നത് പോലെയാണ് ഈ ഒരൊറ്റ സിനിമയിൽ ഞാൻ അഭിനയിച്ച് തീർത്തത് എന്നാണ് പറയുന്നത്. അതായത് ഒരു പരീക്ഷ പോലെയായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. 16 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കഥാപാത്രങ്ങളെയാണ് പ്രിയങ്ക ഇതിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഓരോന്നിനും വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകളും വേണ്ടി വന്നതായിട്ടാണ് പറയുന്നത്. ഒരു പാട്ട് സീനിൽ ഈ 12 കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ട് ഈ സിനിമയിൽ. ആ പാട്ട് സീന് ഏകദേശം 20 മണിക്കൂർ കൊണ്ടാണ് ചിത്രീകരിച്ചത്. അതിനിടെ പ്രിയങ്ക തല കറങ്ങി വീഴുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സിനിമയുടെ പരാജയം ഏറ്റവും ബാധിച്ചത് പ്രിയങ്കയ്ക്ക് തന്നെയാണ്. ഈ സിനിമയുടെ പരാജയം ബാധിച്ചത്. അപ്പൊ പ്രിയങ്ക പറയുന്നത് വെച്ചാൽ ആ സിനിമയുടെ പരാജയം എന്നെ ബാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാകും. ശരിക്കും തന്നെ ബാധിച്ചു എന്നാണ് പറയുന്നത്. അതെന്റെ ഹൃദയം തന്നെ തകർത്തു എന്നാണ് പറയുന്നത്. 3.5 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. പക്ഷെ ഈ സിനിമ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നിരൂപകർ അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ ദൈർഘ്യം തന്നെയാണ്. അതായത് 13 പാട്ടുകളാണ് സിനിമയിലുള്ളത്. ഇതും സിനിമയിലെ വല്ലാതെ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നതോടെ ഹർമൻ ബവേജ അഭിനേതാവിന്റെ കുപ്പായ അഴിച്ചുവെച്ചു. അതിനുശേഷം അദ്ദേഹം നിർമ്മാതാവിന്റെയും തിരക്കഥാകൃത്തിന്റെയും റോളിലാണ് അദ്ദേഹത്തെ കണ്ടത് പിന്നെ ഹിന്ദി സിനിമകളിൽ.